വലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസിന്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ്. അപ്പൊ ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പൊ താഴെ 7ഓളം ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിനോട് യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. മദീനയിലാണ്. അപ്പൊ മദീനയിലുള്ള എന്തോ ഒരു സംഭവം ആ ബ്രാക്കറ്റിലുണ്ട്. അപ്പൊ അതെടുത്ത് എഴുതാനാണ്. അപ്പൊ ആദ്യം നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ബനു സഖീഫ് ഗോത്രക്കാർ, ദുഃഖവർഷം, ജംറത്തുൽ അഖബ, ഖസ്റജ് ഗോത്രക്കാർ, തബ്ബൻ ലക, കുന്ന് അദ്ദാസ്. അപ്പൊ ഒന്നാമത്തത് മദീനയിലാണ്. അപ്പൊ അവിടെ യോജിച്ചത് എന്താണ്? ഖസ്റജ് കാർ എന്നാണ്. അപ്പൊ അവിടെ ഖസ്റജ് ഗോത്രക്കാർ എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. അപ്പൊ മദീനയിലാണ് എന്നതിന്റെ യോജിച്ചത് ഏതാണ്? ഖസ്റജ് ഗോത്രക്കാർ. ഇനി രണ്ടാമത്തത് മിനയിലാണ്. മിനയിലാണ് എന്ന ഭാഗത്ത് എഴുതാനുള്ളത് ഏതാണ്? ജംറത്തുൽ അഖബ എന്നുള്ളതാണ്. ജംറത്തുൽ അഖബ. ഇനി മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബന്ധുക്കളാണ് ബനു സഖീഫ് ഗോത്രക്കാർ. ബനു സഖീഫ് ഗോത്രക്കാർ. ഇനി നാലാമത്തത് നീനുവ നിവാസിയാണ് അദ്ദാസ്. അപ്പൊ അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? അദ്ദാസ് എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തത് ആമുൽ ഹുസൻ, ദുഃഖവർഷം. ആമുൽ ഹുസൻ എന്ന് പറഞ്ഞാൽ ദുഃഖവർഷം. ആറാമത്തത് അബൂ ലഹബ് പറഞ്ഞു. അബൂ ലഹബ് പറഞ്ഞതാണ് ഇത്? തബ്ബൻ ലക. തബ്ബൻ ലക. ഇനി ഏഴാമത്തത് സ്വഫ. സ്വഫ എന്ന് പറഞ്ഞാൽ കുന്ന് എന്നാണ്. അപ്പൊ അവിടെ എഴുതാനുള്ളത് ഏതാണ്? കുന്ന്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. തെറ്റ് തിരുത്തി ശരി എഴുതാം. അപ്പൊ താഴെ 5ഓളം ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ അത് മുഴുവൻ തെറ്റാണ്. അവിടെ കൊടുത്തത് മുഴുവൻ തെറ്റാണ്. അപ്പൊ അത് ശരിയാക്കി എഴുതാനാണ്. അപ്പൊ ഒന്നാമത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ അംഗമാകുമ്പോൾ 10 വയസ്സ് പ്രായം. അപ്പൊ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല 10 വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിച്ചത്. ആരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ അവിടെ കൊടുക്കാനുള്ളത് അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ അംഗമാകുമ്പോൾ 10 വയസ്സ് പ്രായം. അതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അപ്പൊ അവിടെ എഴുതാനുള്ളത് ഒന്നുകൂടെ നോക്കാം. അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം അംഗമാകുമ്പോൾ 10 വയസ്സ് പ്രായം. ഇസ്ലാമിൽ അംഗമാകുമ്പോൾ 10 വയസ്സ് പ്രായം. ഇനി രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു അല്ലായിരുന്നു. അപ്പൊ അവിടെ ശരിയായത് എങ്ങനെ എഴുതും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു എന്ന് എഴുതി കൊടുക്കുക. അവിടെ ശരിയായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഇനി മൂന്നാമത്തത് സ്ത്രീകളിൽ ആദ്യത്തെ മുസ്ലിം ആയിഷ റളിയല്ലാഹു അൻഹ എന്നാണ് ഇവിടെ കൊടുത്തത്. അപ്പൊ ശരിയായത് ഏതാണ്? സ്ത്രീകളിൽ ആദ്യത്തെ മുസ്ലിം ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. അപ്പോ സ്ത്രീകളിൽ ആദ്യത്തെ മുസ്ലിം ഖദീജ. മദീനയിലെ രാജാവ് നജാഷി. മദീനയിലെ രാജാവായിരുന്നു നജാഷി? അല്ല, അത് തെറ്റാണ്. അപ്പൊ ശരി എങ്ങനെ എഴുതും? എത്യോപ്യയിലെ രാജാവ് നജാഷി. ശരി, എത്യോപ്യയിലെ രാജാവ് നജാഷി എന്നാണ് എഴുതേണ്ടത്. ഇനി അഞ്ചാമത്തത് ആദ്യത്തെ 5 വർഷക്കാലം രഹസ്യമായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം. അപ്പൊ അത് തെറ്റാണ്. എങ്ങനെയാണ് എഴുതാനുള്ളത്? ശരിയായത് എങ്ങനെയാണ്? ആദ്യത്തെ 3 വർഷക്കാലം രഹസ്യമായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം. അപ്പൊ 5 എന്നുള്ളത് എന്താക്കി മാറ്റുക? 3 എന്നാക്കി മാറ്റുക. ഇനി അടുത്ത ഭാഗം നോക്കാം. മൂന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം. മൂന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം. ഒന്ന്, എത്യോപ്യയിലേക്കുള്ള ആദ്യ ഹിജ്റയിൽ എത്ര പേരുണ്ടായിരുന്നു? പുരുഷന്മാർ എത്ര? സ്ത്രീകൾ എത്ര? അപ്പൊ പുരുഷന്മാർ 10, സ്ത്രീകൾ 4. ഒന്നുകൂടെ നോക്കാം. പുരുഷന്മാർ 10, സ്ത്രീകൾ 4. ഇനി രണ്ടാമത്തത് ഖുറൈശികൾ
നബി കുടുംബത്തിന്റെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു. കാരണം എന്ത്? അതിന്റെ ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുറൈശികൾക്ക് വിട്ടുതരണമെന്ന ആവശ്യം അബൂ ത്വാലിബ് നിരാകരിച്ചതായിരുന്നു കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുറൈശികൾക്ക് വിട്ടുതരണമെന്ന ആവശ്യം അബൂ ത്വാലിബ് നിരാകരിച്ചതായിരുന്നു കാരണം. ഇനി മൂന്നാമത്തത്, ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർവാധികം ശക്തിയോടെ ദ്രോഹിക്കാൻ തുടങ്ങി. എപ്പോഴാണത്? അതിന്റെ ഉത്തരം, അബൂ ത്വാലിബിന്റെ മരണത്തോടെ. അബൂ ത്വാലിബിന്റെ മരണത്തോടെ. ഇനി നാലാമത്തത്, സ്വഹാബികളുടെ മദീനയിലേക്കുള്ള ഹിജ്റ തുടങ്ങിയ വർഷവും മാസവും ഏത്? അപ്പൊ അതിന്റെ ഉത്തരം, നുബുവത്തിന്റെ 13-ാം കൊല്ലം ദുൽഹിജ്ജ മാസത്തിലായിരുന്നു. നുബുവത്തിന്റെ 13-ാം കൊല്ലം ദുൽഹിജ്ജ മാസത്തിലായിരുന്നു. ഇനി അഞ്ചാമത്തത്, മദീനക്കാരായ 70 പേർ മക്കയിലെത്തി ഇസ്ലാം സ്വീകരിച്ച വർഷവും കാലവും ഏതാണ്? അപ്പൊ അതിന്റെ ഉത്തരം, നുബുവത്തിന്റെ 11-ാം കൊല്ലം ഹജ്ജ് കാലത്താണ്. നുബുവത്തിന്റെ 13-ാം കൊല്ലം ഹജ്ജ് കാലത്താണ്. ഇനി നാലാമത്തത്, പൂരിപ്പിക്കാം. അപ്പൊ താഴെ കൊടുത്തത് പൂരിപ്പിച്ചെഴുതാനാണ്. അപ്പൊ ഒന്നാമത്തത് നോക്കാം. നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. ഇനി രണ്ടാമത്തത്, അബൂ ത്വാലിബ് മരണപ്പെട്ടതിന്റെ 3-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി. അപ്പൊ അവിടെ എഴുതാനുള്ളത് ഏതാണ്? ആദ്യത്തേത് 3-ാം ദിവസം എന്നും രണ്ടാമത്തെ ഭാഗത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി എന്നുള്ളതാണ്. അപ്പൊ അത് കൂട്ടി വയ്ക്കുമ്പോൾ അബൂ ത്വാലിബ് മരണപ്പെട്ടതിന്റെ 3-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി. ഇനി മൂന്നാമത്തത്, അവിടുന്ന് ഡാഷ്, അവിടുന്ന് അനുവാദം ഡാഷ് പക്ഷം ഡാഷ് അവരുടെ മേൽ ഡാഷ് അവരെ മുഴുവനും നശിപ്പിക്കാം. അപ്പൊ അവിടെ എങ്ങനെ വരും? ആദ്യത്തെ ഭാഗത്ത് അവിടുന്ന് അനുവാദം നൽകുന്ന എന്ന് വരും. അപ്പൊ അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഏതാണ്? നൽകുന്ന. ഇനി പക്ഷം, പിന്നെ എഴുതാനുള്ളത് ഏതാണ്? ഈ രണ്ട് മലകളും അവരുടെ മേൽ ഡാഷ്. അപ്പൊ അവരുടെ മേൽ കഴിഞ്ഞാൽ അവിടെ എന്ത് എഴുതണം? മറിച്ചിട്ടു അവരെ മുഴുവനും നശിപ്പിക്കാം. അപ്പൊ അത് കൂട്ടി വായിക്കുമ്പോ എങ്ങനെ വരും? മൂന്നാമത്തത്, അവിടുന്ന് അനുവാദം നൽകുന്ന പക്ഷം ഈ രണ്ട് മലകളും അവരുടെ മേൽ മറിച്ചിട്ട് അവരെ മുഴുവനും നശിപ്പിക്കാം. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.